എല്ലാവർക്കും നമ്മുടെ ഫാമിലോട്ട് സ്വാഗതം. നമ്മുടെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി സമയമാണ്. നാളത്തേക്കുള്ള തീറ്റയൊക്കെ എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തീറ്റയൊക്കെ എടുത്ത് വെക്കാം. അങ്ങനെയാണ് നമുക്ക് രാവിലെ വേഗം കറവ തുടങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങൾ രാവിലത്തെ കറവെന്ന് പറഞ്ഞാൽ ഏകദേശം 5:45-6 മണിയായിട്ട് കറവ നടക്കുന്നത്. അപ്പോൾ നമുക്ക് തീറ്റയൊക്കെ എടുത്ത് വെക്കാം. സ്ലോ മോഷനിലൊക്കെ കൊടുത്താൽ മതി. സ്ലോ മോഷനില്ല ഭംഗിയായിട്ട് നല്ല മണം അല്ലേ? കഴിക്കണം. മണം വേണം കഴിക്കണമെന്നില്ല. ശരിയാണ്. അവളുടെ അവിടെ അല്ല ഇത് പഴകിയ ഒരു മണമില്ല, നല്ല കുത്തമണം. ഇങ്ങനെ മണക്കണം. നല്ല കുത്തന്നെ മണം. വാക്കൊക്കെ തിങ്കളാഴ്ച ഇല്ലല്ലോ. മാമന്തോ 3 ദിവസം കൂടി ഇല്ലെന്ന് പറയണ്ടായി മിനിയാന്നപ്പോ. ഇതൊക്കെ എടുത്ത് വെച്ചു. ഇനി നാളെ കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുക്കാനായിട്ടോ. വീരനെ അവിടെ നോക്കണം ഇപ്പോഴത്തേക്കാന്ന് വെച്ചിട്ട്. ഇതൊരു കിളിക്കൂടി ഉണ്ട് കണ്ട, അവിടെ ഒരു കളം അവിടെ ഒരു കിളിക്കൂടുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ടോ വെച്ച് കഴിഞ്ഞാൽ അവള് നോക്കുകയാണ്. ഇപ്പൊ കൊണ്ടുവരുമോ? ഒരു പ്രാവശ്യം കൊടുത്തതാണ്, ഇനി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഈ രാവിലെയൊക്കെ അറിയാട്ടോ. ഇനി കിട്ടിയാലോ എന്ന് വിചാരിച്ച് നമ്മുടെ നന്ദപ്പനും നമ്മുടെ ഭദ്രയും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇപ്പില്ല വയറിറച്ച് കൊടുത്തില്ലേടാ ഉച്ചക്ക് 5 അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞപ്പനാണ് തീറ്റ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളങ്ങനെ പോണു. പാലൊക്കെ നമ്മുടെ കുറവാണ്. ഇപ്പം ഇനി ആക്കി എടുക്കണം. നമുക്ക് പുതിയ പശുവിനൊന്നും കിട്ടിയിട്ടില്ല. പിന്നത്തെ എന്ന് പറയണം, നമ്മൾ ശരിക്കും ഈ ഫാമൊക്കെ നടത്തുന്നവർ ഒരു 2 മാസം കൂടുമ്പോഴാണ്, വർഷത്തിൽ 1 പ്രാവശ്യം കൊടുത്താൽ മതി എന്നാണ് പറയണത്. പക്ഷെ എന്നാലും നമ്മൾ ഒരു വെളുത്ത വാവ് നോക്കിയിട്ട് മാസത്തിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴായിട്ട് നമ്മൾ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കൊടുക്കണം. നല്ലതാണ്. നമ്മുടെ നാൽക്കാലികളെ സംരക്ഷണവും നമ്മുടെ ഒരു സംരക്ഷണവും ഒക്കെ ഒരു നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കൊടുക്കണം. നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ നാൽക്കാലികൾ വളർത്തുന്നിടത്ത് പ്രത്യേകമായിട്ട് ഈ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കൊടുക്കണം നല്ലതാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും അവരുടെ പാല് കുറയാതിരിക്കാനൊക്കെ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ ബ്രഹ്മരക്ഷസ് 1 മണി മുതൽ ഒരു 4 മണി വരെയൊക്കെയാണ്, 3 മണി വരെയൊക്കെയാണ് ഇവരുടെ സഞ്ചാരം സമയം എന്നാണ് പറയണത്. ആ സമയങ്ങളിലൊക്കെ ഈ തടസ്സങ്ങളൊന്നും സൃഷ്ടിച്ച് നമ്മൾ അങ്ങനെ അവരുടെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ഈ മറ്റേ ബ്രാഹ്മണർ താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു ഏരിയകളുണ്ട്. ഓരോ സ്ഥലങ്ങളിലും അവരുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടേക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ 1 മണിക്കും 1 മണിയുടെ 3 മണിയുടെ ഇടയിൽ നിന്ന് യാത്ര ചെയ്യാതിരിക്കണം നല്ലതെന്നൊക്കെയാണ് ഞാൻ ആ യൂട്യൂബിൽ കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ചില
കുട്ടികൾക്ക് അല്ലെങ്കിൽ കാരണന്മാരൊക്കെ 2 മണിക്ക് ശേഷം അവർക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല അത്രേ. അങ്ങനെ 2 മണിക്കൊക്കെ ആരൊക്കെയോ തല്ലി എഴുന്നേൽപ്പിക്കുന്നത് പോലെയും, അതുപോലെ ചിലവർക്ക് 2 മണിക്ക് ശേഷം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉള്ളവരുണ്ട്. പിന്നെ നേരം വെളുക്കാറാവുമ്പോഴാണ് അവർ കിടന്നുറങ്ങുക. അതൊക്കെ ഈ ബ്രഹ്മരക്ഷസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്താണ് അങ്ങനെ ഒരു ദോഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നേക്കണേന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസങ്ങൾ കൊടുക്കുക. അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് ഇതുവരെയായിട്ടും യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. നമ്മുടെ പശുക്കൾക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാലും ഇങ്ങനെ നമ്മളറിവുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് നമ്മളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ പോകണം. വെളുത്ത വാവ് നോക്കിയിട്ട് ചെയ്യണതാണ് നല്ലത്. ഇപ്പം നമ്മുടെ പശുക്കളൊക്കെ ചാണകം ഇട്ടിട്ടുണ്ട്. ഒരാൾ ചാണകം ഇട്ട്, നമ്മുടെ ഭദ്രമ്മ ചാണകം ഇട്ട്. ഒരാൾ ചാണകം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളുകളൊക്കെ എഴുന്നേറ്റ് ചാണകം ഇടും. അതുപോലെ തന്നെ ഒരാൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് മൂത്രം ഒഴിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവുകൾ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് ക്ലീൻ ചെയ്തിട്ട് രാത്രിയിലെ ക്ലീൻ കഴിഞ്ഞിട്ട് കയറി പോകാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ തീറ്റ എടുത്ത് വെച്ചു. ഇനി ഒരു ക്ലീനിങ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഡോറടച്ച് കയറി പോകാത്തത്. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ചാണകമൊക്കെ കോരി മാറ്റാം നമുക്ക്. എത്രയൊക്കെ നമ്മൾ ഈ പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമോ, ഇങ്ങനെ കമ്പി വെക്കുവാണെങ്കിൽ നേരെ നിൽക്കും. നന്ദീന പണിയാണ് ഈ കമ്പിയിലോട്ട് ചാണകം ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഇവർ ആ സൈഡും ഈ സൈഡൊക്കെ തിരിഞ്ഞ് നിൽക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇത് പഠിച്ചു. നോക്കിയേ, വഴക്കാണോ? ഇത് ഭദ്രമ്മക്ക് കൊണ്ടുപോയി കെട്ടിയെടുത്ത് ഭദ്രമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം മുതൽ നമ്മളെ നോക്കും, എന്നിട്ട് പിന്നെ തിരിഞ്ഞ് വെക്കും. അങ്ങനെ വഴക്കിട്ട് വെച്ച് ഭദ്രയെ വഴക്കാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. നമ്മുടെ പശുക്കൾ സുഖമായിട്ടിരിക്കണോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോസായിട്ട് നടക്കാം. ബൈ ബൈ.